പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ മനോജ് സോണിയാണ് UPSC ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത്. രാജിക്കത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറി. എന്നാൽ രാജി ഇതുവരെയും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുതിയ ചെയർപേഴ്സണെയും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പൂനെയിലെ വിവാദ IAS ഉദ്യോഗസ്ഥയായ പൂജ ഖേഡ്കറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ സിവിൽ സർവീസ് പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ മനോജ് സോണിയുടെ രാജിക്ക് ഈ വിവാദങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 2020 മനോജ് സോണി സന്യാസി ദീക്ഷ സ്വീകരിച്ചിരുന്നു. സന്യാസി ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഗുജറാത്തിലെ പ്രശസ്തമായ സ്വാമിനാരായൺ സെക്ടുമായി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാജി എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ രാജിയുടെ ഔദ്യോഗിക കാരണങ്ങൾ ഇതുവരെയും പരസ്യപ്പെടുത്തിയിട്ടില്ല. 2017 UPSC അംഗമായി മനോജ് സോണി ചുമതലയേൽക്കുന്നത്. 2023 മെയ് മുതൽ അദ്ദേഹം UPSCയുടെ ചെയർപേഴ്സണായി. 2029 വരെ കാലാവധി നിലനിൽക്കെയാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അതായത് ഇനിയും 5 വർഷത്തെ കാലാവധി കൂടി ഈ UPSC ചെയർപേഴ്സണായി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനിടയിലാണ് മനോജ് സോണിയുടെ ഈ രാജി. നരേന്ദ്രമോദിയുടെ അതിവിശ്വസ്തനായ വ്യക്തിയാണ് മനോജ് സോണി. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ 2005 വഡോദരയിലെ പ്രശസ്തമായ MS സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സോണിയെ നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ചാൻസലർ എന്ന ഖ്യാതി ആ കാലഘട്ടത്തിൽ മനോജ് സോണിക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം അംബേദ്കറിൻ്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായും സേവനം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ അനുഷ്ഠിച്ച് വൈസ് ചാൻസലറായിരുന്ന കാലഘട്ടത്തിലാണ് 2017 മനോജ് സോണിയെ UPSC ചെയർപേഴ്സണായി നിയമിക്കുന്നത്. ഏതായാലും മനോജ് സോണിയുടെ രാജി അപ്രതീക്ഷിതമാണ്. ആ രാജിക്ക് മുന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ ഇതുവരെയും ഔദ്യോഗികമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല.